ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളുടെ ഹെയർ കെയർ ചലഞ്ചിലെ ഡേ 3 ആണിന്ന്. അപ്പം നമ്മൾ ജ്യൂസാണ് തയ്യാറാക്കുന്നത്. നമ്മളൊരു സവാളയുടെ ജ്യൂസ് എടുത്ത് അത് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുകയാണ്. നമ്മൾ സ്കാൽപ്പിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ, അല്ലാതെ മുടിയുടെ ലെങ്ത്തിലോട്ടൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ളതും എടുത്താൽ മതി. നമ്മുടെ മുടിയിലെ ഡാൻഡ്രഫ് കുറയ്ക്കാൻ, ഹെയർ ഫോൾ കുറയ്ക്കാൻ, പിന്നെ മുടി തലയിൽ സ്കാൽപ്പിൽ വല്ല ചൊറിച്ചിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റാൻ, പിന്നെ നമ്മുടെ സ്കാൽപ്പ് ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ നമ്മുടെ സവാള നീര് നമ്മളെ ഒത്തിരി സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ സൾഫർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ മുടിയിൽ, നമ്മുടെ സ്കാൽപ്പിൽ പുതിയ മുടികൾ കിളിക്കാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും ഒക്കെ ഇത് വളരെയധികം സഹായിക്കുന്നതാണ്. കൊളാജിൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മുടി നല്ല തിക്നെസ്സിൽ വളരാൻ ഇത് സഹായിക്കുന്നു. പിന്നെ മുടി ഈ റൗണ്ടിലൊക്കെ ചിലർക്ക് കൊഴിഞ്ഞു പോകാറുണ്ട്. അങ്ങനെയൊക്കെ കൊഴിഞ്ഞു പോകുന്നവർക്ക് ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ബോയ്സിനും ഗേൾസിനും യൂസ് ചെയ്യാം, യാതൊരു കുഴപ്പമില്ല. പിന്നെ നമുക്ക് സൈഡ് എഫക്റ്റ്, നമ്മൾ തലനീരിറക്കം, പനി പിടിക്കുക അങ്ങനെയൊക്കെ ഉള്ളവർ നേരത്തെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം, അത് ചിലർക്ക് ചൊറിച്ചിലും ഇറിറ്റേഷൻസ് ഒക്കെ വരും, പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യുക. അത് പിടിക്കാതെ ചിലർക്ക് സ്മെല്ല് പിടിക്കത്തില്ല, അങ്ങനെ കുറേ പ്രശ്നമുണ്ട്. അപ്പോൾ സ്മെല്ല് പിടിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ശകലം തേനോ നാരങ്ങാനീരോ ഇതിനകത്ത് ഒഴിച്ചിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോഴും ഞാൻ പറയുന്നു, ഒത്തിരി നേരം ഇത് വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ പനിയോ കാര്യമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർ നേരത്തെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക, ജസ്റ്റ്. അപ്പോൾ ഈ ഒരു ജ്യൂസ് എന്ന് പറയുന്നത് നമുക്ക് ആഴ്ചയിൽ ഒരു തവണ യൂസ് ചെയ്താൽ മതി. ആഴ്ചയിൽ 8 തവണ യൂസ് ചെയ്യാൻ മതി. നമ്മൾ ഷാമ്പു ചെയ്യുന്നതിൻ്റെ ആ സമയം തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തേച്ചിട്ട് നല്ലൊരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് ഇത് വാഷ് ചെയ്യാവുന്നതാണ്. വലിയ കുഴപ്പം, സ്മെല്ല് അധികം പിടിക്കാത്തവർക്ക് ഒന്ന് വാഷ് ചെയ്യുക, അല്ലാത്തവർക്ക് നല്ലപോലെ കഴുകുക. നമ്മുടെ ഈ സവാളയുടെ ഈ ജ്യൂസ് നല്ലപോലെ കഴുകി കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ ഡാൻഡ്രഫ് വരാനുള്ള ചാൻസ് കൂടുതലാണ്, ഈ പൊടിയൊക്കെ ഇരുന്നിട്ട്. അതുകൊണ്ട് നല്ലപോലെ വാഷ് ചെയ്ത് നല്ലപോലെ കളയുക. നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പം ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, എപ്പോഴും പറയുന്ന പോലെ. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് ഒട്ടും ബോറടിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമുക്ക് ഫസ്റ്റ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഉള്ളിയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഇത്ര ഉള്ളി എടുക്കുക. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഇങ്ങനെ ഒന്ന് എടുക്കുക. എന്നിട്ട് അത് നല്ലപോലെ ചെറുതായിട്ട് അരിയുക. നമ്മൾ മിക്സിയിലിട്ട് അടിക്കാൻ വേണ്ടി കറക്റ്റ് ഒന്ന് അരിഞ്ഞെടുക്കുക, എന്നാലേ നമുക്ക് ജ്യൂസ് പരുവത്തിലെടുക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് നമ്മളത് അരിഞ്ഞതിന് ശേഷം നമ്മളൊരു മിക്സിയുടെ ജാറായിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ജ്യൂസറിലാണ് കൊടുക്കുന്നത്, അതാകുമ്പം അരിച്ചെടുക്കണ്ടല്ലോ, നല്ലപോലെ അരിച്ച് കിട്ടുമല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുക്കുന്നു. മറ്റവർ അല്ലാതെ മിക്സിയിലിട്ട് അരിച്ചെടുക്കാൻ മടിയില്ലാത്തവർക്ക് അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. എനിക്ക് നല്ല മടിയാണ്, ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതാകുമ്പോൾ എളുപ്പമാണല്ലോ, അരിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ട് നല്ലപോലെ 2 അടി അടിക്കാം. അങ്ങനെ അടിച്ചെടുക്കുമ്പോൾ നല്ലപോലെ അത് അരിഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് നല്ല ഒത്തിരി ജ്യൂസും കിട്ടും. ഇപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയ ജ്യൂസ്. നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ അതിനകത്തോട്ടൊരു ശകലം എണ്ണയും ഒഴിക്കണം കേട്ടോ. നിങ്ങൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് ആ എണ്ണ യൂസ് ചെയ്താൽ മതി, യാതൊരു കുഴപ്പമില്ല. മുടിക്ക് നല്ല ഒരു തിളക്കം കിട്ടാനൊക്കെ നല്ലതാണ്. എന്നിട്ട് നമ്മുടെ പാക്ക് ഇതാണ്. എന്നിട്ട് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യണം. ഉള്ളിൽ ധാരാളം ഗുണങ്ങളുള്ളൊരു ഇതാണ് ഉള്ളിനീര്. നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനോ ഡാൻഡ്രഫ് മാറാനൊക്കെ നമ്മുടെ ഉള്ളി വളരെയധികം നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമ്മുടെ മുടിയിൽ കെട്ട് 2 സൈഡിലും ഇറക്കിയിട്ട് അവിടെ നമ്മേനോടൊക്കെ പറയുന്നുണ്ട്, ഉള്ളിനീരിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഓക്സിഡേറ്റുകൾ എന്നിവ ഒത്തിരി അടങ്ങിയതിനാൽ നമ്മുടെ മുടി നല്ലപോലെ വളരാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും ഒക്കെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഡാൻഡ്രഫ് കുറയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഉള്ളിനീരെന്ന് പറഞ്ഞാൽ. അതുപോലെ സ്കാൽപ്പ് നല്ലപോലെ മസാജ് ചെയ്യുക, ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യാൻ ഇത് നല്ലതാണ്. എന്നിട്ട് നമ്മുടെ മുടി 2 സൈഡിലോട്ടിട്ട് നമ്മളൊരു വൈറ്റ് ടൂത്ത് കോംബ് ഉപയോഗിച്ച് നല്ലപോലെ നമ്മുടെ മുടി ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടി അധികം പൊട്ടിപ്പോകത്തില്ല. പിന്നെ നമ്മൾ കുറച്ച് എണ്ണ എടുത്ത് നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. നമ്മൾ ഒത്തിരി തേക്കണ്ട, ആവശ്യത്തിന് നിങ്ങൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് ആ എണ്ണ യൂസ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ശകലം തേച്ചാൽ മതി. നല്ലപോലെ നമ്മുടെ സർക്കുലർ മോഷനിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുന്നത് നല്ലതാണ്. എന്നിട്ട് നമ്മൾ കുനിച്ചിട്ട് നമ്മുടെ മുടി ഒന്ന് തേച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ പാക്ക് ഏതാണോ ആ പാക്ക് എടുത്ത് നമ്മൾ അപ്ലൈ ചെയ്യണം. പിന്നെ അതിൻ്റെ ഉള്ളിയുടെ ഒരു കഷ്ണമൊക്കെ ഉണ്ടാകും, ഞാനതൊക്കെ പറക്കിയെടുത്ത് കളഞ്ഞു. അത് അരിച്ചാലും അങ്ങനെ വരുമല്ലോ, അരിക്കുന്നതാണ് കേട്ടോ. അരിച്ചില്ല എന്താ, നമ്മൾ ആ ജ്യൂസ് കറക്റ്റ് എടുക്കുക. പാനത്തിലങ്ങോട്ട് വീണതാണ്. എന്നിട്ട് നമ്മൾ ഓരോ എടുത്ത് നമ്മളെല്ലാ ഭാഗത്തും നല്ലപോലെ തേച്ച് കൊടുക്കണം. ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുകയും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനൊക്കെ നല്ലതാണ്. പിന്നെ നമ്മുടെ മുഖത്തൊക്കെ വീഴും, അത് വിഷയമാക്കരുത്. നമ്മുടെ തലയിൽ എല്ലായിടത്തും തേക്കണം. കുറച്ച് ജ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ സ്കാൽപ്പിൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്യുന്നുള്ളൂ. നമ്മുടെ മുടിയുടെ ലെങ്ത്തിലോട്ട് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. സ്പ്ലിറ്റ്നെസ് കുറയ്ക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് കുറയ്ക്കാൻ നല്ലതാണ്. നമ്മുടെ മുടിയിലെല്ലായിടത്തും നമ്മൾ നല്ലപോലെ അപ്ലൈ ചെയ്ത്
വെക്കണം. നമ്മുടെ സ്കാൽപ്പ് നല്ലപോലെ അപ്ലൈ ചെയ്ത് നമ്മൾ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കണം. അതുള്ളത് മൊത്തം നമ്മുടെ തലയിൽ വയ്ക്കണം. തലയിൽ വെച്ച് ഒത്തിരി നേരം വെക്കാതിരിക്കുന്നതിന് മുടിക്കൊരു നാച്ചുറൽ ഷൈനിങ് കൊടുക്കാനും ഈ ഉള്ളിനീര് നല്ലതാണ്. അപ്പോൾ നമ്മൾ നല്ലപോലെ നമ്മുടെ സ്കാൽപ്പിലെല്ലാം തേച്ച് കൊടുക്കുക. ഓരോ പകച്ചിലെടുത്ത് തേച്ച് കൊടുക്കണം. ഇങ്ങനെ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലപോലെ മസാജ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ മുടിയുടെ അറ്റത്തും ഒക്കെ ഒന്ന് കെട്ടി എന്നിട്ട് നമ്മളത് കെട്ടി വെക്കുക. എന്നിട്ട് നമ്മൾ വാഷ് ചെയ്തിട്ട് വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. വാഷ് ചെയ്ത് വന്നതിന് ശേഷമുള്ള ഒരു ഹെയറാണിത്. അടിപൊളിയാണ് ഈ ഒരു ഹെയർ പാക്ക്. നമ്മുടെ മുടിക്ക് നല്ലൊരു ഷൈനിങ് എഫക്റ്റ് കൊടുക്കാൻ ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ടാറ്റാ ബൈ ബൈ.